Hi dears, welcome to A Dream BCom online class. Today our subject is BRL 101 Overview of Retailing. Unit 8 Technology in Retailing. We know that technology increases efficiency of work and also its speed. And just like any other activity, in retailing also technology increases efficiency. നമ്മൾക്കറിയാം ഏതൊരു പ്രവർത്തനത്തിലാണെങ്കിലും ഇപ്പോൾ മനുഷ്യന്മാർ സാധാരണ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ എഫിഷ്യൻസി കൂടും. അതോടൊപ്പം തന്നെ ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. കാരണം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ സ്പീഡിലാണ് ഒരു മെഷീൻ അതിൻ്റെ വർക്ക് പെർഫോം ചെയ്യുന്നത്, പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് മേഖലയിലും അതിൻ്റെ എഫിഷ്യൻസി കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രിയിലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ ലഭിക്കുന്നത്? നമ്മുടെ റീറ്റെയിലിംഗ് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂടും, അതിൽ വേണ്ട പ്രവർത്തനങ്ങൾക്ക് സ്പീഡ് കൂടും, മറ്റുള്ളവർക്ക് സൗകര്യം കൂടും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു കാര്യത്തിനും പുതിയതായി ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എതിർക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടെക്നോളജി അഡോപ്ഷൻ വന്നപ്പോഴും നമ്മുടെ ബിസിനസ് മേഖലയിൽ വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അഡോപ്റ്റ് ചെയ്യുമ്പോഴും ATM മെഷീൻ വന്നപ്പോഴും എല്ലാം എതിർക്കുന്നവരും ഉണ്ടായിരുന്നു, സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു. ATM മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ബാങ്കിങ് ഇടപാടുകളുടെ തിരക്ക് ബാങ്കുകളിൽ നിന്ന് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സഹായിച്ചൊരു മെഷീനാണ്. അതിൽ ക്യാഷ് ഏത് സമയത്ത് വേണമെങ്കിൽ നമ്മൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. CDMകളുണ്ട്. അതേപോലെ എപ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാം. പബ്ലിക് ഹോളിഡേയ്സിൽ വിഡ്രോ ചെയ്യാം. ബാങ്കിങ് വർക്കിംഗ് അവേഴ്സിൽ അല്ലാത്ത സമയത്ത് വിഡ്രോ ചെയ്യാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾക്ക് നേടിത്തരുന്നുണ്ട്. പക്ഷേ ATM മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത് നമ്മളുടെ ആളുകൾ ഒരുപാട് പേര് അതിനെ എതിർത്തു. കാരണം ബാങ്കിങ് മേഖലയുടെ പ്രധാനപ്പെട്ട ജോലിയാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും അതുപോലെ ക്യാഷ് വിഡ്രോവലുമെല്ലാം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്കിൽ നിന്ന് മാറി ATM കൗണ്ടറുകളിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ATM മെഷീൻസ് വെച്ചിട്ടുള്ള ആ ചെറിയ ചില്ല് ക്യാബിനുകളിലേക്ക് മാറുമ്പോൾ ബാങ്കിങ് മേഖലയ്ക്ക് വളരെയധികം തകർച്ചയുണ്ടാകും. ആ ബാങ്കിങ് ഇൻഡസ്ട്രിയെ അത് ദോഷമായി ബാധിക്കുമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഇല്ല. ഇന്നും ബാങ്കുകളിൽ ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ തിരക്കുണ്ട്. പക്ഷേ ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുമുള്ള ആളുകളുടെ റഷ് നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഗുണമാണ് ATM മെഷീൻസ് വന്നപ്പോൾ ഉണ്ടായത്. അതേപോലെ തന്നെ ഹോളിഡേയ്സ് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല, വർക്കിംഗ് അവേഴ്സ് ബാധിക്കുന്നില്ല. ഏത് സമയത്തും ഈസിയായി നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ UPI ട്രാൻസാക്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫറുകൾ നടത്താം. അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആ മേഖലയിൽ വന്നു. അതേപോലെയാണ് നമ്മുടെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതാണ് ഫസ്റ്റ് ഹെഡിങ് ആയി നമ്മൾ പഠിക്കുന്നത്, നീഡ് ഫോർ ടെക്നോളജി. റീറ്റെയിൽ ബിസിനസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ദ ബിസിനസ്മാൻ who ultimately give or provide goods or service to the consumers. നമ്മുടെ അന്തിമ ഉപഭോക്താക്കൾക്ക് അവരുടെ കൈകളിലേക്ക് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളും സേവനങ്ങളും നൽകുന്ന വിൽപ്പനക്കാരനാണ് നമ്മുടെ റീറ്റെയിലർ. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? ഒരു ഗ്രാമത്തിലെ ഒരു റീറ്റെയിലർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഹൗസസിനെ കവർ ചെയ്യുന്ന ഒരു റീറ്റെയിൽ ഷോപ്പ്, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഓൾഡൻ റീറ്റെയിലർക്ക് അദ്ദേഹത്തിൻ്റെ നാല് പുറമുള്ള കൺസ്യൂമേഴ്സിൻ്റെ പേരടക്കം എല്ലാ ഡീറ്റെയിൽസും ബൈ ഹാർട്ട് ആയിരിക്കും, എല്ലാം അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? മോഡേൺ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ചില്ലറ കച്ചവടക്കാരൻ എന്നുള്ള ആശയമല്ല. വളരെ കുറച്ച് വെറൈറ്റി പ്രോഡക്റ്റും വളരെ കുറച്ച് ഏരിയ കവർ ചെയ്യുന്നതുമായ ഒരു കൺസെപ്റ്റ് അല്ല ഇന്നുള്ളത്. ഇന്ന് ഓൺലൈൻ ബിസിനസ് ഒക്കെ വന്നപ്പോൾ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. എൻറ്റയർ വേൾഡ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് എന്നാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ആസ് എ ഹ്യൂമൻ ബീയിങ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കേണ്ടതായി വരും? ടെക്നോളജി ഉപയോഗിക്കേണ്ടതായി വരും, കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടതായി വരും, ഡാറ്റാ ബേസുകൾ ഉപയോഗിക്കേണ്ടതായി വരും.
അപ്പോൾ ഇന്നത്തെ റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ടു പ്രൊവൈഡ് മാക്സിമം സർവീസ് ടു അവർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമർ ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ്. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ആശയം അതാണ്. നമ്മുടെ മാർക്കറ്റിൻ്റെ രാജാവ് ആരാണ്? കൺസ്യൂമേഴ്സാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ മാക്സിമം സെർവ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ടെക്നിക്കുകൾ ഉപയോഗിക്കണോ, എന്തെല്ലാം ടെക്നോളജി ഉപയോഗിക്കണോ, അതെല്ലാം ഇന്നത്തെ റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ചെയിൻ ബിസിനസ്സിലുള്ള പ്രശസ്തരായ ഒരു ബ്രാൻഡാണ് വാൾമാർട്ട്. അവർ സാറ്റലൈറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ, ട്രാക്ക് ചെയ്യാൻ വേണ്ടി എവിടെ എത്തി, അവരുടെ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഗുഡ്സ് ഏതാണ്, അതിൻ്റെ പ്ലേസ്, ഇപ്പോൾ അത് ട്രാൻസ്ഫറിലാണെങ്കിൽ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എവിടെ എത്തി, ആ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ വെയർഹൗസിങ്ങിൻ്റെ അപ്ഡേഷന് വേണ്ടി, വെയർഹൗസിങ്ങിലെ മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി കൺവെയർ ബെൽറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് സ്റ്റോക്കിന് വേണ്ടി കൺവെയർ ബെൽറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് പരമാവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക, ചിപ്പുകൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ട്, CCTVs, അതേപോലെ ബാർകോഡിങ്, ദെൻ നമ്മളുടെ ഗുഡ്സിൻ്റെയൊക്കെ ഇലക്ട്രോണിക് ചിപ്സ് വെച്ചിട്ട് ഗുഡ്സിൻ്റെ തെഫ്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സെക്യൂരിറ്റി സിസ്റ്റത്തിലൊക്കെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നു. കസ്റ്റമർ സർവീസിലാണെങ്കിലും, നമ്മുടെ സ്റ്റോക്കിൻ്റെ കൺട്രോളിലാണെങ്കിലും, ഗുഡ്സിൻ്റെ ലേബലിങ്ങിലാണെങ്കിലും, പാക്കിങ്ങിലാണെങ്കിലും എല്ലാം ഇന്ന് ടെക്നോളജി റിലേറ്റഡ് ആയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. കാരണം ഗ്ലോബൽ മാർക്കറ്റാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജി ഇല്ലാതെ ഇന്നത്തെ കാലത്തുള്ള മാൽ കൺസെപ്റ്റുകളിൽ റീറ്റെയിലിംഗ് ഇമ്പോസിബിൾ ആണ് എന്ന് തന്നെ നമ്മൾക്ക് പറയാം. അപ്പോൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം അതിന് ചിലവും വരുന്നുണ്ട്. ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, നമ്മൾക്ക് വലിയൊരു കോസ്റ്റ് നേരിടേണ്ടതായി വരും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ കോസ്റ്റ് നമ്മൾക്ക് ഒരിക്കലും ഒരു ബേർഡനായി തോന്നുകയില്ല. അപ്പോൾ മോഡേൺ ഇൻഡസ്ട്രിയിൽ, റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ടെക്നോളജിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത്രയുമാണ് നമ്മൾ ഈ യൂണിറ്റ് 8 പഠിക്കാൻ പോകുന്നത്, ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്. നെക്സ്റ്റ് ടോപ്പിക്, അപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി. റീറ്റെയിൽ ഇൻഡസ്ട്രിയിലെ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് സെക്ടറായി വരുന്നത് മെർക്കൻഡൈസിങ്. മെർക്കൻഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, എന്താണോ ഒരു റീറ്റെയിലർ കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്, ആ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആ സർവീസ് എന്താണോ വിൽക്കുന്നത്, ആ വിൽപ്പന ചരക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെർക്കൻഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെർക്കൻഡൈസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലാനിങ്, സോഴ്സിങ്, വെയർഹൗസിങ്, സ്റ്റോക്കിംഗ്, അങ്ങനെ പറയുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മെർക്കൻഡൈസിങ് റിലേറ്റഡ് ആയ ഏതെല്ലാം ആക്ടിവിറ്റീസിൽ എങ്ങനെയൊക്കെയാണ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത്? ഏറ്റവും ആദ്യമായി നമുക്ക് ഏത് സെക്ടർ എടുക്കാം? സോഴ്സിങ്. Sourcing refers to selecting the best suitable supplier for purchasing our merchandise. നമ്മൾ ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ എല്ലാം ഡീറ്റെയിൽസ് പരിശോധിച്ച് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിളായ രീതിയിൽ, അതായത് മിനിമം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ മാക്സിമം ഡിസ്കൗണ്ടുകളും മാക്സിമം ക്വാളിറ്റി പ്രോഡക്റ്റും മാക്സിമം കൺവീനിയൻ്റ് ആയ സപ്ലൈയും ആരാണോ നൽകുന്നത് ആ സപ്ലയറെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ സപ്ലയറെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു കൂട്ടം സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിളായ സപ്ലയറെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഴ്സിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റിംഗ് ഡീറ്റെയിൽസ് ഓഫ് സപ്ലയേഴ്സ്. നമ്മൾക്ക് എത്രമാത്രം സപ്ലയേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാ വിശദാംശങ്ങളും കളക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല.
അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ വ്യത്യസ്ത സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെൻഡേഴ്സിനെ കുറിച്ചിട്ടുള്ള മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചു. ദെൻ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്യും. നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ സപ്ലയർ ഏതാണ് എന്ന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സപ്ലയർക്ക് ആ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി എപ്പോഴാണോ മിനിമം കോസ്റ്റിൽ മാക്സിമം ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആ സമയത്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണം. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് സ്റ്റോക്ക് നമ്മുടെ സ്റ്റോറിൽ എത്തുകയും വേണം. അപ്പോൾ സ്റ്റോക്കിൽ ഐഡിയലായി ഫണ്ട് കെട്ടിക്കിടക്കാതെ കറക്റ്റ് മൂവ്മെൻറ്റ് കൺസ്യൂമേഴ്സിന് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാനുള്ള സ്റ്റോക്ക് നമ്മുടെ കടയിൽ ഉണ്ടാവുകയും വേണം. അതിനനുസരിച്ച് സപ്ലൈ ചെയ്യുന്ന ഏറ്റവും നല്ല സപ്ലയറെ തിരഞ്ഞെടുക്കുക, അവർക്ക് പ്ലേസ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയ ഇൻഫർമേഷൻ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എപ്പോഴാണോ ഏറ്റവും നല്ല സമയം, നമ്മൾക്ക് അത്യാവശ്യമായി ഗുഡ്സ് ലഭിക്കേണ്ട സമയവും അവർ നൽകുന്ന കൊട്ടേഷൻ ഓഫർ പ്രൈസുകളും എല്ലാം എപ്പോഴാണോ ഏറ്റവും സ്യൂട്ടായി വരുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ പ്ലേസ് ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക്കായി ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടെക്നോളജിക്കൽ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ARS എന്ന് പറയുമ്പോൾ ഓട്ടോമേറ്റഡ് റീപ്ലെനിഷ്മെൻറ്റ് സിസ്റ്റം. ആ ഓട്ടോമേറ്റഡ് റീപ്ലെനിഷ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നു, ഏറ്റവും ഫേവറബിൾ ആയ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓർഡർ വെൻഡർക്ക് പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണ് സോഴ്സിങ്ങിൽ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ദെൻ മർക്കൻഡൈസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ മേഖലയാണ് സ്റ്റോക്കിംഗ് ആൻഡ് വെയർഹൗസിങ്. ഗുഡ്സ്, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിനെ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, വെയർഹൗസുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, റെഡി ടു സപ്ലൈ ആയി സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഓർഡർ ചെയ്യേണ്ടത് എപ്പോഴാണ്, നമ്മുടെ സ്റ്റോറിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ റീഓർഡർ ലെവൽ എപ്പോഴാണ് വരുന്നത്, മിനിമം ലെവൽ, അതായത് ഡേഞ്ചർ ലെവലിലേക്ക് എത്താതെ മിനിമം അത്യാവശ്യം സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ കടയിലുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെയർഹൗസിംഗ് റിലേറ്റഡ് ആയ കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ERP എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഏറ്റവും കറക്റ്റ് ടൈമിൽ, അതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഏത് പ്രൊഡക്റ്റാണോ റീഓർഡർ ലെവലിൽ എത്തി നിൽക്കുന്നത്, ആ ലെവൽ എത്തിയാൽ ഓട്ടോമാറ്റിക്കായി പർച്ചേസ് ഓർഡർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റും വെയർഹൗസിങ്ങും എല്ലാം കണക്റ്റഡ് ആയിരിക്കും. ദെൻ ആ വെൻഡേഴ്സുമായി നമ്മൾക്ക് ലോങ് ടേം റിലേഷൻ ഉണ്ടായിരിക്കും. അത്രയും ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള വെൻഡേഴ്സ് ആയിരിക്കും. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് പർച്ചേസ് ഓർഡർ എല്ലാം സെൻഡ് ചെയ്യുന്ന രീതിയിൽ സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നു. ആ സിസ്റ്റംസ് അങ്ങനെ സെറ്റിങ്സിൽ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലിൻ്റെയും നമ്മൾക്ക് ആവശ്യമുള്ള ഓരോ മർക്കൻഡൈസുകളും റീഓർഡർ ലെവൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെഷീനിൽ നിന്ന് ഓർഡർ പോയിട്ടുണ്ടായിരിക്കും ERP സിസ്റ്റത്തിലൂടെ. അപ്പോൾ സോഴ്സിങ്ങിലും ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റോക്കിംഗ് ആൻഡ് വെയർഹൗസിങ്ങിലും ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടെക്നോളജി ആപ്ലിക്കേഷൻ ഇൻ സ്റ്റോർ മാനേജ്മെൻറ്റ്. നമ്മളുടെ റീറ്റെയിൽ സ്റ്റോർ മാനേജ് ചെയ്യുന്നതിൽ എന്തെല്ലാം സാങ്കേതിക വിദ്യകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റീറ്റെയിൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ ആ കടയ്ക്കുള്ളിൽ വരുന്ന എല്ലാ ഫങ്ഷൻസും വരും, അവിടെ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോർ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ റിലേറ്റഡ് മിസലേനിയസ് ഇഷ്യൂസ്. ഇതെല്ലാം കവർ ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ടെക്നോളജീസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യമായി നമ്മൾ HR സെക്ഷൻ ആണെങ്കിൽ നമ്മളുടെ റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വർക്ക് ഫോഴ്സിൻ്റെ അവൈലബിലിറ്റി, ടോട്ടൽ പൊസിഷൻ, അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ, അവരുടെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾക്ക് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായി പല ഹോസ്പിറ്റലുകളിലും അറ്റൻഡേഴ്സിൻ്റെ സേവനങ്ങൾ വരെ മൊബൈൽ ഫോണുകളിലൂടെയാണ്.
അവിടെ അവരൊരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി അവിടെ അവൈലബിൾ ആയ ഡോക്ടേഴ്സിൻ്റെ സർവീസ്, എവിടെയൊക്കെയാണോ പേഷ്യൻസിന് അറ്റൻഡേഴ്സിൻ്റെ സേവനം ആവശ്യമുള്ളത്, അതെല്ലാം അറ്റൻഡേഴ്സിൻ്റെ മൊബൈൽ ഫോണിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ആ അറ്റ് എ ടൈം അവർക്ക് കോളുകളായി ലഭിക്കും. നോർമൽ ഫോൺ കോൾ അല്ല, ജസ്റ്റ് കോൾ എന്നുള്ള പേരിൽ അവരുടെ ആ സോഫ്റ്റ്വെയറിൽ അവർക്ക് കാണാൻ കഴിയും. അവർ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഫോണിൽ അവർക്ക് കാണാം. ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് അവർക്ക് അപ്പോൾ തന്നെ എത്തിച്ചേരാൻ കഴിയും. പേഷ്യൻറ്റിന് വേണ്ട സർവീസ് ചെയ്തു കൊടുത്തതിന് ശേഷം കോൾ കംപ്ലീറ്റ് ആയി എന്ന് അവരവരുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യും. അത് അപ്പോൾ തന്നെ സിസ്റ്റത്തിൽ വരും. അവർക്ക് നെക്സ്റ്റ് ഡ്യൂട്ടി അലോട്ട്മെൻറ്റ് ലഭിക്കും. അപ്പോൾ ഡ്യൂട്ടി അലോട്ട്മെൻറ്റിന് വേണ്ടിയെല്ലാം മെഷീൻസ് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്നു, ഓൺലി ത്രൂ കമ്പ്യൂട്ടേഴ്സ്. ഒരിക്കലും അവിടെ ഒരു മാനുവൽ കോളിൻ്റെയോ മാനുവൽ ഇൻഫർമേഷൻ ഗിവിങ്ങിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. എല്ലാം സിസ്റ്റത്തിലൂടെയും നമ്മളുടെ സ്മാർട്ട് ഫോണുകളുടെയും സഹായത്തോടു കൂടി ഓട്ടോമാറ്റിക്കായി നമ്മുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വർക്ക് പെർഫോം ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ദെൻ അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, അതിൽ നമ്മൾക്കറിയാം ബില്ലിംഗ് സെക്ഷനിൽ ക്യാഷ് ഫ്ലോ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ബില്ലിംഗ് മെഷീൻസൊക്കെ ഇപ്പോൾ പഴയ മോഡലായി. ഇപ്പോൾ കാർഡ് സ്വൈപ്പിംഗ് ആണ്, അതേപോലെ ബാർകോഡ് റീഡേഴ്സ് ആണ്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രൊഡക്ട്സിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് മെഷീനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആ ജസ്റ്റ് ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് നമ്മളൊന്ന് ആ ബാർകോഡ് റീഡർ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ലൈറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബില്ലിങ്ങിൽ എത്തിക്കഴിഞ്ഞു. ക്യാഷിൽ നമ്മൾ ക്യാഷ് അടച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാൽ മതി. അതേപോലെ തന്നെ ബാങ്ക് സൈറ്റുകളുടെ ഉപയോഗം, നമ്മൾ ഈ പ്രോഡക്ട്സിനെ കുറിച്ചും പ്രൈസിനെ കുറിച്ചും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി POS, പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾക്കറിയാം ബാങ്കുകൾ തന്നെ അവരുടേതായ ആപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു റീറ്റെയിലർക്കും ഏതൊരു വ്യക്തിക്കും അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാം, ചെക്കിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യാം, ചെക്ക് ഡിസോണർ ആയിട്ടുണ്ടോ ഹോണർ ആയിട്ടുണ്ടോ, എന്നേക്ക് ഹോണർ ആവും, നമ്മുടെ ഫണ്ട് എത്രമാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം നമ്മൾക്ക് ഫോണിലൂടെ റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയും. ഈ പാസ്ബുക്ക് എന്നുള്ള ഒരു ഫെസിലിറ്റി ലഭിച്ചതുകൊണ്ട് നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസും ബാലൻസും എല്ലാം ഈ പാസ്ബുക്ക് ചെക്ക് ചെയ്തതിലൂടെ നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ ചില പുതിയ മാളുകളിലൊക്കെ ചില റീറ്റെയിൽ സ്റ്റോറുകളിലുള്ള ഒരു സിസ്റ്റമാണ് ഒരു ഗേറ്റ് വേ. നമ്മൾ വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ ബാസ്ക്കറ്റുകളിലൊക്കെ ആണല്ലോ കളക്ട് ചെയ്യുക, അത് ഒരു ഗേറ്റ് വേയിലൂടെ കടത്തിവിടും. ആ ഗേറ്റ് വേയിലൂടെ ആ പ്രോഡക്റ്റ് കടന്നു പോകുമ്പോൾ ലേസർ ബീമുകളാണ്, ലേസർ റേസ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ആ പ്രോഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ എൻ്റർ ആവുകയും ചെയ്യും. നമ്മൾ അൾട്ടിമേറ്റ് ബിൽ എമൗണ്ട് മാത്രം പേയ്മെൻറ്റ് നടത്തിയാൽ മതി, കൺസ്യൂമർ പേ ചെയ്താൽ മതി. അങ്ങനെയുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉപയോഗിക്കുന്നതാണ് RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ്. ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് ചിലപ്പോൾ ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തിയോ അല്ലെങ്കിൽ ഹോൾസെയിലർ ഡെസ്പാച്ച് ചെയ്ത് റീറ്റെയിലറുടെ കയ്യിലെത്തിയോ, എവിടെ വരെ എത്തി, അങ്ങനെയുള്ള മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി RFID ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോറിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പ്ലാസ്റ്റിക് മണി. ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും, ജസ്റ്റ് ഒരു കാർഡ് അതിലത്തെ ആ മാഗ്നറ്റിക് ടേപ്പും അതിൻ്റെ ഉപയോഗവും നമ്മുടെ അക്കൗണ്ട്സുമായിട്ടുള്ള കണക്ഷനും പിൻ നമ്പറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസിങ് നടത്താം, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസിങ് നടത്താം. അതെല്ലാം എല്ലാ റീറ്റെയിൽ ഷോപ്പുകളിലും ആക്സെപ്റ്റബിൾ ആണ്. കാർഡ് സ്വൈപ്പിംഗ് മെഷീൻസ് ഉണ്ടായിരിക്കും അവിടെ. പിന്നെ വരുന്നതാണ് സ്റ്റോർ ഡിസ്പ്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്റ്റോറിൻ്റെ ഉള്ളിൽ വരുന്ന HR, അക്കൗണ്ടിങ്, ഫിനാൻസ്, സ്റ്റോർ ഡിസ്പ്ലേ, സെക്യൂരിറ്റി, ഇതെല്ലാം ഒന്നിച്ച് എന്തെല്ലാം ടെക്നോളജി കവർ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റോർ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വാരിയസ് ലൈറ്റിംഗ് ടെക്നിക്സ് ആണ്. കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേ വിൻഡോസിലും ഓപ്പൺ ഡിസ്പ്ലേ പ്ലേസിലുമെല്ലാം പലതരം ലൈറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു, അട്രാക്റ്റീവായ രീതിയിൽ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. ദെൻ അതുപോലെ തന്നെയാണ് സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടി, ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഉണ്ട്. എല്ലാ സിസ്റ്റത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് CCTV. ദെൻ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുഡ്സൊക്കെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്നു.
അതുപോലെ ഇപ്പോൾ ക്യാഷിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ ഇപ്പോൾ റൂപേ കാർഡുകൾ, പിന്നെ 24/7 അവേഴ്സ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന UPI ട്രാൻസാക്ഷൻസ്, അങ്ങനെ ഒരുപാട് മോഡേൺ ടെക്നോളജി ടെക്നിക്സ് റീറ്റെയിൽ സ്റ്റോറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി അഡോപ്ഷൻ ഇൻ റീറ്റെയിൽ സ്റ്റോറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ വരുന്ന അടുത്ത സെക്ഷനാണ് മാർക്കറ്റിംഗ് ആൻഡ് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. മോഡേൺ മാർക്കറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക, ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ ചേഞ്ചിങ് ഡിമാൻഡ്സ് മനസ്സിലാക്കുക, നീഡ്സ് അനുസരിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇതിനെല്ലാം നമ്മൾക്ക് സോഫ്റ്റ്വെയർ സിസ്റ്റംസിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഏറ്റവും വാല്യുബിൾ കസ്റ്റമേഴ്സിനെ, നമ്മൾക്ക് ലോയൽ കൺസ്യൂമേഴ്സിനെ മനസ്സിലാക്കണം. നമ്മുടെ കൺസ്യൂമേഴ്സ്, ലോയൽ കൺസ്യൂമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഹൂ ആൾവേസ് പർച്ചേസ് പ്രോഡക്ട്സ് ഫ്രം അവർ ഷോപ്പ്. നമ്മുടെ കടയിൽ നിന്ന് മാത്രം സ്ഥിരമായി പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അവർ നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സാണ്. എന്ത് വില കൊടുത്ത് നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അവരുടെ പിയർ ഗ്രൂപ്പ്സ്, അവരുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ കടയിലെ പ്രോഡക്റ്റ് വാങ്ങാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ഫ്രീക്വൻസി ഓഫ് പർച്ചേസ്, അവരുടെ പർച്ചേസിങ് ബിഹേവിയർ, ഏത് പ്രോഡക്റ്റാണ് അവർ വാങ്ങിക്കുന്നത്, എത്ര റേഞ്ചിലുള്ള ബില്ലാണ് അവരുടെ പർച്ചേസിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്, അങ്ങനെയുള്ള കസ്റ്റമർ ഡീറ്റെയിൽസ്, ലോയൽ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സിസ്റ്റത്തിൽ എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ലോയൽ കസ്റ്റമേഴ്സിനെ നമ്മൾ പെർട്ടിക്കുലർലി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എയർ ട്രാവൽ സിസ്റ്റത്തിലൊക്കെ ലോയൽറ്റി കാർഡുകൾ നൽകും. ആ കാർഡുകൾ ആ കാർഡ് അവർക്ക് നൽകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെയാണ് സെൻട്രൽ ഡാറ്റാ ബേസിലേക്ക് അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടും. ദെൻ അവർ നടത്തുന്ന പർച്ചേസസിനെ അടിസ്ഥാനമാക്കി അവർക്ക് പോയിന്റുകൾ കയറും. ആ പോയിന്റുകൾക്കനുസരിച്ച് അവർക്ക് അട്രാക്റ്റീവ് ഗിഫ്റ്റുകൾ നൽകും. അങ്ങനെയുള്ള സിസ്റ്റമുണ്ട്. അതേപോലെ ചില കടകളിൽ കസ്റ്റമേഴ്സിനെ പ്രീമിയം സെക്ടറിലുള്ളത്, ഓർഡിനറി കസ്റ്റമർ, ഗോൾഡ് സെക്ഷൻ, സിൽവർ, പ്ലാറ്റിനം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഫ്രീക്വൻസി ഓഫ് പർച്ചേസും വോളിയം ഓഫ് പർച്ചേസും അവരുടെ റെഗുലാരിറ്റി ഓഫ് പർച്ചേസും എല്ലാം അടിസ്ഥാനമാക്കി കസ്റ്റമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ട കസ്റ്റമേഴ്സിനെ നമ്മൾ മോസ്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാറുമുണ്ട്. അതേപോലെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ പോയിന്റുകൾ നൽകുന്ന സമയത്ത് ആ പോയിന്റ് പിന്നീട് ഡിസ്കൗണ്ട് ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 1 പോയിന്റ് ഏൺഡ് ഈക്വൽ ടു 1 rupee, ആ രീതി. അപ്പോൾ നമ്മൾ 100 പോയിന്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നീട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബില്ലിൽ ചിലപ്പോൾ 100 രൂപ ഡിസ്കൗണ്ട് ആയി ലഭിക്കും, അല്ലെങ്കിൽ 100 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റം നമ്മൾ നമ്മുടെ സ്റ്റോറിൽ അവർക്ക് നൽകാറുണ്ട്. പിന്നെ പോയിന്റ് ഓഫ് സെയിൽസിൽ ഇതിനെല്ലാം വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഡാറ്റാ ബേസിൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഏത് ചെയിൻ സ്റ്റോറുകളൊക്കെ ആണെങ്കിൽ ഏത് റീറ്റെയിലർക്കും ഏത് സമയത്തും വേണമെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയും. ദെൻ അതേപോലെ സ്റ്റോർ മാനേജ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സെക്ഷനാണ്, ടെക്നോളജി ഉപയോഗിക്കുന്ന സെക്ഷനാണ് ഡാറ്റ വെയർഹൗസിങ് ആൻഡ് ഡാറ്റ മൈനിങ്. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് ദ സ്റ്റോർഡ് ഡാറ്റ ആൻഡ് ഇൻ്റർഫറൻസ് ഓർ മേക്ക് കസ്റ്റമർ ഡീറ്റെയിൽസ് എബൌട്ട് ദെയർ പർച്ചേസ് ബിഹേവിയർ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സെൻട്രൽ ഡാറ്റാ ബേസിൽ കസ്റ്റമേഴ്സിനെ കുറിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും, സ്റ്റോർഡ് ഡാറ്റ. അത് കൃത്യമായി അനലൈസ് ചെയ്യാം, നന്നായി വിശകലനം ചെയ്യാം. ദെൻ അതിൽ നിന്ന് ഇൻ്റർഫറൻസ് ഡ്രോ ചെയ്തെടുക്കുക. നമ്മൾ വിശകലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. എന്തിനെക്കുറിച്ചുള്ള നിഗമനങ്ങളാണ്? കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് ബിഹേവിയറിനെ കുറിച്ച്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്ഥിരമായി ഒരു ലേഡി 5 മണിക്ക് ശേഷം, അതായത് 5 to 5
5 അങ്ങനെയുള്ള 5, 10 ആ സമയത്ത് സ്ഥിരമായി ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ വന്ന് ബേബി ഫുഡും ഒരു പർട്ടിക്കുലർ മാഗസിനും ദെൻ വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ അപ്പോൾ ആ ലേഡിയെ കുറിച്ചിട്ടുള്ള ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ടാവും. അത് നമ്മൾക്ക് അന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമർ റിലേഷൻസിലുള്ള സെയിൽസ്മാനോ അല്ലെങ്കിൽ അതിനുള്ള കസ്റ്റമർ റിലേഷൻ ഓഫീസർ ഉണ്ടാവും, അദ്ദേഹത്തിനൊരു ഇൻ്റർഫറൻസിൽ എത്താൻ കഴിയും. ഈ സ്ത്രീ എല്ലാ ദിവസവും 5 മണിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതൊരു വർക്കിംഗ് വുമൺ ആയിരിക്കാം. 5 മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞ് നമ്മുടെ കടയിലേക്ക് എത്തുന്നതായിരിക്കാം. ദെൻ സ്ഥിരമായി ബേബി ഫുഡ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീക്ക് ചെറിയൊരു ഇൻഫാൻറ്റ് ചൈൽഡ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ദെൻ ഒരു പർട്ടിക്കുലർ മാഗസിൻ സ്ഥിരമായി വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ആ പർട്ടിക്കുലർ മാഗസിൻ്റെ ഫോളോവർ ആയിരിക്കാം. അങ്ങനെ ആ സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഒരുപാട് നിഗമനങ്ങൾ നമ്മൾക്ക് ആ കടയുടെ റീറ്റെയിലർക്ക് എത്തിച്ചേരാൻ കഴിയും. ദെൻ അതിനനുസരിച്ച് അടുത്ത പ്രാവശ്യം ആ സ്ത്രീ വരുമ്പോൾ ആ മാഗസിൻ്റെ പുതിയ പതിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ മാഗസിൻ എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. മിൽക്ക് പ്രോഡക്ട്സിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഏതാണെന്ന് അവരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അങ്ങനെ കസ്റ്റമേഴ്സിനെ കുറിച്ചും അവരുടെ പർച്ചേസിങ് ബിഹേവിയറിനെ അടിസ്ഥാനമാക്കി അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ റിട്രീവ് ചെയ്തെടുക്കുക, സ്റ്റോർ ചെയ്ത ഡാറ്റയിൽ നിന്ന്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്തെടുക്കുക എന്നല്ലേ, കുഴിച്ചെടുക്കുക. അതേപോലെ ഡാറ്റ സ്റ്റോറിൽ നിന്ന് വെയർഹൗസ്ഡ് ഡാറ്റയിൽ നിന്ന് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെടുക്കുന്നു. ദെൻ അതിൽ വേറൊരു എക്സാമ്പിൾ വരുന്നുണ്ട്, റെഡ് ഷർട്ടും ബ്ലൂ ടൈയും. റെഡ് ഷർട്ട് വാങ്ങിക്കുന്നവരെല്ലാം ബ്ലൂ ടൈ പ്രിഫർ ചെയ്യുന്നുണ്ട്, ബ്ലൂ ടൈ വാങ്ങിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാൻ കഴിയും. ബ്ലൂ ടൈന് റെഡ് ഷർട്ട് വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ തിരിച്ചാവാം, ബ്ലൂ ഷർട്ട് വാങ്ങിക്കുമ്പോൾ റെഡ് ടൈക്ക് ഡിസ്കൗണ്ട്. അങ്ങനെ ആ രീതിയിലെല്ലാം കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് നോക്കി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം, സെയിൽസ് മാക്സിമൈസ് ചെയ്യാൻ കഴിയണം, കസ്റ്റമേഴ്സിനെ നന്നായി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം, അതിലൂടെ മാക്സിമം പ്രോഫിറ്റ് ചെയ്യാൻ കഴിയണം. ദെൻ ടെക്നോളജി ഉപയോഗിക്കുന്ന വേറൊരു സെക്ടറാണ് കസ്റ്റമർ ഇൻ്റർഫേസ്. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കടയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് ബില്ലാക്കാനൊക്കെ പോകുന്ന ആ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കസ്റ്റമേഴ്സുമായി ഇടപഴകുന്ന മേഖലകളിൽ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം, അതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ടണൽ സ്കാനിങ്. ഇത് നമ്മൾ കുറച്ച് മുന്നേ സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു. ടണൽ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും നമ്മളൊരു പർട്ടിക്കുലർ ഗേറ്റ് വേയിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ അവിടെ ലേസർ ബീമുകൾ അത് സ്കാൻ ചെയ്യുന്നു. ദെൻ ആ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽ എല്ലാം കമ്പ്യൂട്ടറിൽ അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരിക്കും. കസ്റ്റമർ ജസ്റ്റ് അതിൻ്റെ ടോട്ടൽ പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ടെക്നോളജി അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട, ക്യൂ നിൽക്കേണ്ട, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ദെൻ അടുത്ത സിസ്റ്റമാണ് പേയ്മെൻറ്റ് സെക്ഷനിലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻറ്റ്, അതേപോലെ ഇലക്ട്രോണിക് ചെക്ക് കൺവേർഷൻ. കസ്റ്റമറുടെ ബാങ്കുമായി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹം നൽകുന്ന ചെക്കും അത് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള പുതിയ ടെക്നിക്കുകളുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ യൂസേജ്. റീറ്റെയിൽ സ്റ്റോറുകളിൽ ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നോളജിയാണ് ഇൻ്റർനെറ്റ്. നമ്മൾക്കറിയാം, ഇൻ്റർനെറ്റ് ഇല്ലാതെ ഇന്ന് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡാറ്റ ഓൺ ചെയ്യണ്ടേ, ഓരോ ദിവസം 1 GB 2 GB 3 GB അൺലിമിറ്റഡ് ഡാറ്റ, അങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോണുകളിലൂടെ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇൻ്റർനെറ്റ് ഇല്ലാതെ റീറ്റെയിലിങ്ങിന് നിലനിൽപ്പില്ല എന്നാണ്. ഏത് മേഖലയിലാണെങ്കിലും, HR-ലാണെങ്കിലും ഫിനാൻസിലാണെങ്കിലും സ്റ്റോറിങ്ങിലാണെങ്കിലും സ്റ്റോക്കിങ്ങിലാണെങ്കിലും എല്ലാം നമ്മൾക്ക് എന്തിൻ്റെ സേവനം വേണം, ഇൻ്റർനെറ്റിൻ്റെ സേവനം വേണം. അപ്പോൾ അത്രയും ആധുനിക സങ്കേതങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇന്നത്തെ റീറ്റെയിലിംഗ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടെക്നോളജി സെലക്ഷൻ. ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു റീറ്റെയിലർ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ദർ ഈസ് എ നീഡ് ഫോർ ഇറ്റ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കണം. ടെക്നോളജി അഡോപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം നമ്മളുടെ കടയിലുണ്ടോ? അതായത് നമ്മുടെ കടയുടെ നാച്ചർ ഓഫ് ബിസിനസ് നോക്കണം,
ദെൻ നമ്മൾക്ക് അവൈലബിൾ ആയ ഫണ്ട് എത്രയാണെന്ന് നോക്കണം, നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കണം, എത്രമാത്രം കസ്റ്റമേഴ്സിനെ നമ്മളുടെ കട കവർ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം, വോള്യൂം ഓഫ് ട്രാൻസാക്ഷൻസ് നോക്കണം. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് ഇപ്പോൾ ടെക്നോളജി അഡോപ്ഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഏറ്റവും ആദ്യം വിലയിരുത്തണം. അതിനുശേഷമാണ് ഏത് ടെക്നോളജി എത്ര രൂപയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ചില കടകളിൽ മാനുവൽ നീഡ്സേ ഉണ്ടായിരിക്കുള്ളൂ. വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിൽ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ടെക്നോളജിയുടെ ആവശ്യമുണ്ടോ എന്ന് പരിഗണിച്ച് വേണം ടെക്നോളജി സെലക്ട് ചെയ്യാൻ. ഏറ്റവും ആദ്യം അതാണ് നോക്കേണ്ടത്. ദെൻ രണ്ടാമതായി പറയുന്നത് വോള്യൂം ഓഫ് ദി ബിസിനസ്. വളരെ കുറച്ച് മാത്രം ട്രാൻസാക്ഷൻസ് ഡെയിലി നടക്കുന്ന ഒരു സ്റ്റോർ ആണെങ്കിൽ അവിടെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം അതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മളൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുകയാണെങ്കിൽ സദാസമയം നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരുപാട് സെക്യൂരിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു CCTV വെച്ച് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ വോള്യൂം ഓഫ് ബിസിനസ് നോക്കണം. ലാർജ് വോള്യൂം കവർ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ എന്തായാലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത് അവർക്ക് ബെനഫിഷ്യലായി മാത്രമേ വരൂ. ഒരിക്കലും അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. എന്നാൽ വളരെ സ്മാൾ വോള്യൂം ഓഫ് ബിസിനസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു റീറ്റെയിലർ ആണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ സഫർ ചെയ്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി സിസ്റ്റം അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ മൂന്നാമതായി വരുന്നത് നാച്ചർ ഓഫ് പ്രോഡക്ട്സ് ആണ്. ഏത് തരം പ്രോഡക്ട്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? ഇപ്പോൾ ഫാഷൻ അപ്പാരൽസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഡീലേഴ്സ് ആണെങ്കിൽ, റീറ്റെയിലേഴ്സ് ആണെങ്കിൽ അവിടെ ഡെയിലി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തിലും മണിക്കൂറുകൾക്കകമായിരിക്കും ഫാഷനിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അപ് ടു ഡേറ്റ് ആയി ചേഞ്ചുകൾ അനലൈസ് ചെയ്യേണ്ട ഒരു സ്റ്റോറാണെങ്കിൽ അവർക്ക് നിർബന്ധമായും കസ്റ്റമർ ടേസ്റ്റുകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു വിങ് തന്നെ വേണം. ഒരു സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് തന്നെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മൾ അതിനു വേണ്ടി നീക്കി വെക്കേണ്ടി വരും. അതല്ല നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ ആണെന്ന് വിചാരിക്കുക, കുറച്ച് ബിരിയാണി അരിയോ അല്ലെങ്കിൽ കുറച്ച് പരിപ്പോ പഞ്ചസാരയോ അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകളാണെങ്കിൽ അവർക്ക് ഓരോ ദിവസവും കസ്റ്റമറുടെ പ്രിഫറൻസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കസ്റ്റമേഴ്സിനെ കുറിച്ച് അവർക്ക് അനാലിസിസ് ഒക്കെ നടത്തണം, കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സർവീസും കൊടുക്കണം. പക്ഷേ അവർക്ക് ഫാഷൻ പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്ന റീറ്റെയിലേഴ്സിൻ്റെ അത്രയും കസ്റ്റമർ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടതോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നാച്ചർ ഓഫ് പ്രോഡക്റ്റ് നോക്കി വേണം ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ദെൻ നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമ്മൾക്ക് എത്രമാത്രം ഫണ്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ നമ്മൾ എപ്പോഴും നോക്കണം, നമ്മൾക്ക് എത്രമാത്രം ലാഭമുണ്ട്, ബിസിനസ്സിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇപ്പോൾ പുതിയതായി ഒരു സിസ്റ്റം, ടെക്നോളജിക്കൽ സിസ്റ്റം, സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഒരു 4 നിലയുള്ള ബിൽഡിംഗ് ആണ്, നമ്മളത് ഫുൾ CCTV സർവൈലൻസിലാക്കുകയാണ്. അവിടെ ഫുൾ നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരികയാണ്. അവിടെ പുതിയ പുതിയ സിസ്റ്റംസ് ഒക്കെ അപ്ലൈ ചെയ്യണം. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ജനറേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്ത് വേണ്ടി വരും? ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മൾക്ക് അവൈലബിൾ ആണോ? ഇനി ചിലപ്പോൾ ഫണ്ട് ഉണ്ടായിരിക്കും, പക്ഷേ അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് മാത്രം ബെനഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കണം. വെറുതെ ഒരു വലിയ AC ഷോറൂമും തുറന്ന് എല്ലായിടത്തും CCTV, എല്ലാ വർക്കേഴ്സിനും സ്വന്തമായി ടേബിള്, ചെയറ്, ഒരു ലാപ്ടോപ്പോ എല്ലാം നമ്മൾ കൊടുത്തു. ആ ബിസിനസ്സിലാകെ ദിവസം 1 ട്രാൻസാക്ഷനോ 2 ട്രാൻസാക്ഷനോ നടക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മൾക്കിത് മുതലാവോ? ഇല്ല. അപ്പോൾ ബെനഫിറ്റും കോസ്റ്റും വെച്ച് നമ്മളെല്ലായ്പ്പോഴും ബിസിനസ്സുകാരെന്ത് ചെയ്യും? നമ്മൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര റിട്ടേൺ നമ്മൾക്ക് തിരിച്ചു കിട്ടുമെന്ന് നോക്കും.
അപ്പോൾ ബെനഫിറ്റ് കോസ്റ്റ് അനാലിസിസ് നടത്തുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിൽ, റീറ്റെയിൽ ബിസിനസ്സിൽ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, അതിൽ നിന്ന് എത്ര രൂപ നമുക്ക് തിരിച്ച് ലഭിക്കും, ഇതെല്ലാം അനലൈസ് ചെയ്ത് വേണം ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ആ ഗുഡ്സിൻ്റെ സെയിൽസ് റിലേറ്റഡ് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്ത് വേണ്ടി വരും, സോഫ്റ്റ്വെയറിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ നാച്ചർ ഓഫ് ബിസിനസ്, വോള്യൂം ഓഫ് ബിസിനസ്, നാച്ചർ ഓഫ് പ്രോഡക്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ്, ഇതെല്ലാം നോക്കി വേണം ഒരു ബിസിനസ്സിൽ, നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സിൽ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ടെക്നോളജിക്കൽ ട്രെൻഡ്സ് ഇൻ റീറ്റെയിലിംഗ്. മോഡേൺ റീറ്റെയിലിങ്ങിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ടെക്നോളജിക്കൽ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി POS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് സെയിൽ സോഫ്റ്റ്വെയർ. പോയിൻ്റ് ഓഫ് സെയിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിൽപ്പന നടക്കുന്ന ആ പോയിൻ്റ്, നമ്മൾ ബയറും സെല്ലറും കസ്റ്റമറും റീറ്റെയിലും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു സെയിൽ ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യാം. അതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ടു ക്യാപ്ചർ ഇൻഫർമേഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽസ്. ഈ പോയിന്റ് ഓഫ് സെയിൽസ് സോഫ്റ്റ്വെയർസ് ഇന്നൊക്കെ ഏറ്റവും ഈസി ടു ഹാൻഡിൽ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. പലപ്പോഴും ഫ്രീ ആയിട്ട് പോലും അങ്ങനെയുള്ളത് ഹാർഡ്വെയറിൻ്റെ കൂടെ കുറച്ച് സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് സെയിൽസ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് ടു ബൈ ബെറ്റർ, ടേൺ ഇൻവെൻ്ററി ഫാസ്റ്റർ. ഒരു റീറ്റെയിലറുടെ ലാഭം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സോഴ്സിൽ നിന്ന് വാങ്ങിക്കാം. ബൈ ബെറ്റർ, ഏറ്റവും നല്ല സോഴ്സിങ് നടത്തി ഏറ്റവും നല്ല വെൻഡറിൽ നിന്ന്, അപ്രോപ്രിയേറ്റ് വെൻഡറിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ദെൻ അത് ഇൻവെൻ്ററി ആയി നമ്മുടെ വെയർഹൗസിൽ കെട്ടിക്കിടക്കാതെ ഫാസ്റ്റിൽ വിൽപ്പന നടത്തുക. അവിടെ ഡെഡ് സ്റ്റോക്കായി കിടക്കുന്ന സ്റ്റോക്കിനെ ഫാസ്റ്റർ സെയിൽസ് നടത്തിയാലേ നമ്മൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫാസ്റ്റർ സെയിൽസ് നടത്തുക, ദെൻ വിൽപ്പന നടത്തിയ ക്യാഷ് റെഡി ക്യാഷായിട്ട് കളക്ട് ചെയ്യുക. നമ്മൾക്കറിയാം റീറ്റെയിലിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ബൈ ഓൺ ക്രെഡിറ്റ് ആൻഡ് സെൽ ഓൺ ക്യാഷ്. അതായത് കടത്തിന് വാങ്ങിക്കൂ, പൈസയ്ക്ക് വിൽക്കൂ. അതാണ് അവർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് റെഡി ക്യാഷിന് വിൽക്കും. ദെൻ നമ്മുടെ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പർച്ചേസിങ് പോളിസിക്ക് എങ്ങനെയാണോ പേയ്മെൻറ്റ് നൽകേണ്ടത്, ഒരു ഗ്യാപ്പൊക്കെ ഇട്ടുകൊണ്ടുള്ള ക്രെഡിറ്റ് പേയ്മെൻറ്റിലൊക്കെയാണ് നമ്മൾ പർച്ചേസ് നടത്തുക. അപ്പോൾ ഈ ഇൻവെൻ്ററി ഹാൻഡ്ലിങ് ഏറ്റവും സ്മൂത്തായി നടത്തിയാലേ ക്യാഷ് ഫ്ലോ കൃത്യമായി വരികയുള്ളൂ. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് സെയിൽസിൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാം. ഏറ്റവും നന്നായി ഇൻവെൻ്ററി മാനേജ് ചെയ്യാനും പറ്റും. രണ്ടാമതായി ആ റിലേറ്റഡ് പോയിന്റ് തന്നെയാണ് പറയുന്നത്, POS മോണിറ്റേഴ്സ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ കൺട്രോളിങ്ങിന് നമ്മൾക്ക് കറക്റ്റായി ഫണ്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ ഈസിയായി കഴിയും. കാരണം ക്യാഷ് ഫ്ലോൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് നമ്മൾക്ക് ഈസിയായി മനസ്സിലാക്കാൻ കഴിയും. ദെൻ ഓൺലൈൻ എൻക്വയറീസ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, ജസ്റ്റ് ഇൻ ടൈം ഡെലിവറിയാണ് POS സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഓൺലൈൻ ക്വറീസ് ഉണ്ടായിരിക്കാം, ഓൺലൈൻ ഓർഡേഴ്സ് ഉണ്ടായിരിക്കാം, അതേപോലെ കസ്റ്റമേഴ്സ് കടയിൽ നിന്ന് ഡയറക്റ്റായി വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാം. അതല്ലാതെ വെറുതെ സ്റ്റോക്കായി നമ്മുടെ കടയിൽ എടുത്തു വയ്ക്കുകയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമുള്ള സമയത്ത് ഡെലിവറി നടത്തുക. ജസ്റ്റ് ഇൻ ടൈം, കറക്റ്റ് ടൈമിൽ ഡെലിവറി നടത്താം. അപ്പോൾ അങ്ങനെ ഇൻവെൻ്ററി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ കസ്റ്റമർ സർവീസ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ്. നമ്മളുടെ കസ്റ്റമേഴ്സിന് മാക്സിമം സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ POS സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ കസ്റ്റമർ ഹിസ്റ്ററി അതിൽ റെക്കോർഡഡ് ആയിരിക്കും. ദെൻ ആ ഹിസ്റ്ററിക്ക് അനുസരിച്ച് നമുക്ക് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് വേണ്ട സേവനങ്ങൾ പേഴ്സണലൈസ്ഡ് സർവീസായി നൽകാൻ കഴിയും. ഓരോ കസ്റ്റമറെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് കൃത്യമായി സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഴ്സണലൈസ്ഡ് സർവീസ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ദെൻ നമ്മൾക്ക് POS അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് ട്രെയിനിങ് കോസ്റ്റാണ് പറയുന്നത്. കാരണം പ്രസൻ്റ്ലി ഈസി ടു ഹാൻഡിൽ സോഫ്റ്റ്വെയർസ് അപ്ലൈ ചെയ്യാൻ
ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മുടെ സ്റ്റാഫിന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കുകയോ ആ ട്രെയിനിങ്ങിന് വളരെയധികം ചിലവ് നേരിടേണ്ടി വരികയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസ്, അതായത് നമ്മുടെ POS സോഫ്റ്റ്വെയർസ് വളരെ ഈസിയായി ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നില്ല, ട്രെയിനിങ് കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സിൽ, ടെക്നോളജി അഡോപ്ഷനിൽ വരുന്ന ട്രെൻഡ്സിൽ ഒരെണ്ണമാണ് POS, പോയിൻ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റം. ടെക്നോളജിക്കൽ ട്രെൻഡ്സ് ഇൻ റീറ്റെയിലിങ്ങിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു പോയിൻ്റ് ഓഫ് സെയിൽസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച്. ദെൻ സെക്കൻഡ് വൺ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്. ടെയിലിംഗ് എന്നുള്ള ചുരുക്കപ്പേരിലാണ് നമ്മൾ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടി, അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പർച്ചേസിങ്ങും സെയിൽസൊക്കെ നടത്തുന്ന റീറ്റെയിലിംഗ് ആണ് ടെയിലിംഗിൽ വരുന്നത്. ഇപ്പോൾ ആമസോൺ അങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യുന്ന, അതായത് ഓൺലൈൻ പർച്ചേസിങ് പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ബിസിനസ്സും ഒരു പർട്ടിക്കുലർ റീറ്റെയിൽ ഷോപ്പോ ഒന്നും ഇല്ലാതെ എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്നു. ദെൻ അടുത്തതായി വരുന്നത് ഇൻ്ററാക്റ്റീവ് പ്രൊജക്റ്റ് ഡിസ്പ്ലേസ് ആണ്. നമ്മുടെ ഷോപ്പിൻ്റെ പുറത്തൊക്കെ നല്ല നല്ല വലിയ സ്ക്രീനുകളിലായി നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അത് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ടച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻ്ററാക്റ്റീവ് ഡിസ്പ്ലേസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ അറ്റൻഷൻ സീക്കിംഗ് ഡിസ്പ്ലേ. തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന ഏതൊരാളും വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ കട എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ നല്ല ഇല്ലുമിനേറ്റിംഗ് ബൾബ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാർക്യൂസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ലൈറ്റഡ് ബോർഡ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ഉപയോഗിക്കുന്നു. ദെൻ വെൻഡിങ് മെഷീൻസ്. ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. നമ്മൾ ക്യാഷോ കാർഡോ ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതാണ് പ്രോഡക്റ്റ് വേണ്ടത് എന്ന് ആ സ്ക്രീനിൽ സെലക്ട് ചെയ്യുക. ആ പ്രോഡക്റ്റ് ഇപ്പുറത്തെ ഡെലിവറിങ് കൗണ്ടറിലൂടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിലൂടെ നമുക്ക് പ്രോഡക്റ്റ് റെഡിലി അവൈലബിൾ ആവും. അവിടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ മെഷീനിലൂടെ തന്നെ ക്യാഷ് ഇൻസേർട്ട് ചെയ്യലും കഴിയുന്നു, അല്ലെങ്കിൽ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു, പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നു. ദെൻ ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ ഡിവൈസ്. ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ ഡിവൈസ് എന്ന് പറയുമ്പോൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ലാസ്റ്റ് സെക്ഷൻ ഉണ്ടാവും. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നവർ, അവരാണ് സാധാരണയായി ഇത് ഉപയോഗിക്കാറുള്ളത്, നമ്മുടെ ലോറി ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ. ദെൻ RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സിൻ്റെ കൂടെ ഒരു ചിപ്പ് അറ്റാച്ച് ചെയ്യുന്നു. ആ ചിപ്പിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഓഫീസിലിരുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി വേവ്സിൻ്റെ സഹായത്തോടു കൂടി ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് RFID. ദെൻ ലാസ്റ്റിൽ വരുന്നത് ERP ആണ്, നമ്മുടെ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാൻ. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഓർഡർ സെലക്ട് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മുടെ വെൻഡേഴ്സുമായി നല്ല കണക്ഷൻ ഉണ്ട്, ലോങ് ടേം റിലേഷൻ ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാ ഡാറ്റയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റോക്കിൻ്റെയും റീ ഓർഡർ ലെവലും നോർമൽ ലെവലും ഡേഞ്ചർ ലെവലും ഒക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേജിലും വേണ്ട കാര്യങ്ങൾ സിസ്റ്റം തന്നെ ചെയ്യും. ഓർഡർ പ്ലേസ് ചെയ്യേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓർഡർ പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ പർച്ചേസ് ഇൻറ്റിമേഷൻ കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റഡ് സിസ്റ്റത്തിലൂടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻവെൻ്ററിയുടെ ഹാൻഡ്ലിംഗ് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ നമ്മുടെ റീറ്റെയിലിങ്ങിൽ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ 8ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രിക്കോഷൻസ് വൈൽ ഹാൻഡ്ലിംഗ് ടെക്നോളജി. ഒരു റീറ്റെയിൽ സ്റ്റോറിൽ നമ്മൾ എന്തെങ്കിലും പുതിയൊരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം. ഏറ്റവും ആദ്യമായി പറയുന്നത് സ്പെൻഡ് ടൈം ടു സ്റ്റഡി. ഏതൊരു പുതിയ സിസ്റ്റം നമ്മുടെ സ്റ്റോറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കണം. ആ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അത് മുൻപ് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള സിസ്റ്റമാണോ, അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റുകളുണ്ടോ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചും വിശദമായ പഠനം നടത്തണം. ദെൻ രണ്ടാമതായി ചെയ്യേണ്ടത് പ്രോപ്പർ ട്രെയിനിങ്. നമ്മുടെ സ്റ്റാഫിന് എന്താണ് പുതിയ സിസ്റ്റം,
ആ സിസ്റ്റം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം. ദെൻ മൂന്നാമതായി പറയുന്നത് ദ യൂസേജ് മസ്റ്റ് ബി മെയ്ഡ് ബൈ അവർ ഓൺ സ്റ്റാഫ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പുതിയ സിസ്റ്റം അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാൻ നമ്മുടെ സ്റ്റാഫിനെ തന്നെ പരിശീലിപ്പിക്കണം. അതല്ലാതെ നമ്മുടെ വെൻഡറിൻ്റെ സ്റ്റാഫിനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ചിലവ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായി പറയുന്നത് the using of system must be trained to not only to one or more persons. ഒന്നോ രണ്ടോ ആൾക്കല്ലാതെ ഒരുപാട് പേർക്ക് അതിൽ ട്രെയിനിങ് കൊടുക്കണം. അതല്ലാതെ ആകെ ഒരാൾക്ക് മാത്രമേ ആ സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അഥവാ അയാൾ ആബ്സെൻ്റ് ആവുകയോ ലീവ് ആവുകയോ ചെയ്താൽ നമുക്ക് ആ സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കല്ലാതെ ഒരു കൂട്ടം ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ അടുത്തതായി പറയുന്നത് കോപ്പി റൈറ്റ്സ് ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ടെക്നോളജി ട്രാൻസ്ഫർ വരുമ്പോൾ കോപ്പി റൈറ്റ്സിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. ദെൻ ക്രൈസിസ് മാനേജ്മെൻറ്റ്, അഥവാ സിസ്റ്റം ഫെയിലർ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ അത് മാനേജ് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും കൃത്യമായി ഏർപ്പാട് ചെയ്യണം. ദെൻ പ്രൈസാണ്. പ്രൈസ്, ടെക്നോളജിയുടെ പ്രൈസ് അത് നമ്മൾ കൃത്യമായി നോക്കണം. അതിൽ നിന്ന് നമ്മൾക്ക് പ്രൈസ് റിട്ടേൺ അനാലിസിസ് നടത്തി നമ്മൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റിൽ വരുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, പുതിയതായി ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള പഴയ ആളുകൾ അതിനെ എതിർക്കും. പലരും എതിർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ ജനറേഷന് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം എന്നായിരിക്കും അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടി പഴയ ആളുകൾക്ക് ഇതെന്താണ് എന്നും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ട്രെയിനിങ് കൊടുക്കുക. യങ്ങർ ജനറേഷനും ഓൾഡ് ജനറേഷനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റീറ്റെയിലർ ഒരു പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കി വേണം നമ്മളുടെ സ്യൂട്ടബിളായ ടെക്നോളജി നമ്മുടെ ബിസിനസ്സിന് അഡോപ്റ്റ് ചെയ്യാൻ.